ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിഖില. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു സ്മൂത്തിയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റാഗി ബനാന സ്മൂത്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ റാഗിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 ടേബിൾ സ്പൂൺ റാഗിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത്രയും. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഇതുപോലൊരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റാഗിപ്പൊടിയിലെ കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിൽ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ കുട്ടികൾക്കൊക്കെ കുറുക്കുണ്ടാക്കില്ലേ, അതുപോലെ നന്നായിട്ടൊന്ന് കുറുകി വരുന്ന പരുവം വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. അടിയിൽ പിടിക്കാതിരിക്കാനാണ് ഇളക്കി കൊടുക്കാൻ പറയുന്നത്. അപ്പം നന്നായിട്ടൊന്ന് വെന്തൊക്കെ കിട്ടിക്കോളും റാഗിപ്പൊടി. ഇതുപോലെ ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം, വേവിച്ചെടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇത് ഇളക്കി കൊടുക്കാൻ. അല്ലേ പെട്ടെന്ന് കട്ട പിടിച്ച് കളയും, വേവാണ്ട് കട്ടയായി പോവും. പെട്ടെന്ന് ഇത് കുറുകി കിട്ടും കേട്ടോ. കണ്ട, ഇതുപോലെ കുറച്ചുകൂടി ഒന്ന് കുറുകി വരണം. ഈ ഒരു പരുവ ആവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം കേട്ടോ. ഈ ഒരു പരുവാണ് കേട്ടോ വേണ്ടത്. കണ്ടോ, ഈ ഒരു കട്ടിക്ക് വേണം. അത് കുറച്ച് കട്ടിയാലും കുഴപ്പമില്ല. നമ്മളിത് ജാറിലിട്ട് അടിച്ചെടുക്കേണ്ടതാണ്, മിക്സിയുടെ ജാറിലിട്ടിട്ട്. ഇത് ഇനി തണുത്ത് വരട്ടെ. ഇത് തണുക്കുന്നപ്പോഴേക്ക് നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഒരു മിക്സിയുടെ ജാർ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള നന്നായിട്ട് പഴുത്ത ഒരു നേന്ത്രപ്പഴം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പഴത്തിന് പകരം നമുക്ക് റോബസ്റ്റ പഴം വേണമെങ്കിലും എടുക്കാം. ഈ പഴത്തിന് പകരം കേട്ടോ, ഏത് പഴം വേണമെങ്കിലും എടുക്കാം. പാളയംകോടൻ പഴം എടുക്കാം. അത്യാവശ്യം ഹെൽത്തി ആയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഈ നേന്ത്രപ്പഴം എടുത്തിരിക്കുന്നത്. നേന്ത്രപ്പഴത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ടല്ലോ, അറിയാലോ. നമ്മുടെ മൂഡ് വരെ ചേഞ്ച് ചെയ്യാനുള്ള കഴിവുണ്ടെന്നാണ് കേട്ടിരിക്കുന്നത്. നമ്മുടെ സാഡ് മൂഡൊക്കെ ചെയ്യുന്ന നല്ല ഹാപ്പി മൂഡൊക്കെ വരും പഴം തിന്നാലെന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ മാഗ്നീഷ്യം, പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിരിക്കുന്നുണ്ടല്ലോ നേന്ത്രപ്പഴത്തിൽ. അപ്പോൾ നമ്മൾ ഹെൽത്തി കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണ് സ്മൂത്തി തയ്യാറാക്കുമ്പോൾ ഇതുപോലെ നേന്ത്രപ്പഴം കൊണ്ട് ചെയ്താൽ, കുട്ടികൾ പഴമായിട്ട് കഴിക്കുന്നില്ലെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നല്ല മധുരമുള്ള ഈത്തപ്പഴമാണ്. കുരുവൊക്കെ കളഞ്ഞിട്ട് എടുത്തിരിക്കുന്നതാണ്. 4 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. കഴുകി വൃത്തിയാക്കിയിട്ട് കുരുവൊക്കെ കളഞ്ഞെടുത്തിരിക്കുന്നതാണ്. പിന്നെ എടുത്തത് കശുവണ്ടി പരിപ്പാണ്. അത് ഒരു പിടിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പിടിക്ക് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ തണുക്കാനായി മാറ്റി വെച്ചിരിക്കുന്ന റാഗിയുടെ കുറുക്കില്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നര കപ്പ് പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ഫ്ലേവറിനൊക്കെ ആവശ്യത്തിന് ഒരു ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. ഞാനൊരു ടേസ്റ്റിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ റാഗിയൊക്കെ ചേർത്തതല്ലേ, അതുകൊണ്ട് ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്, മധുരമൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പൊടിക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പിഞ്ച് അളവിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ ഞാൻ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ റാഗി ബനാന സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക്
സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള റാഗി ബനാന സ്മൂത്തി. റാഗിയുടെ ഗുണങ്ങൾ പിന്നെ പറയേണ്ടതില്ലല്ലോ. ഒത്തിരി ന്യൂട്രീഷ്യൻസ് അടങ്ങിയിരിക്കുന്നതാണ്. കുട്ടികൾക്കൊക്കെ വെയിറ്റ് ഗെയിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ വളരെ നല്ലതാണ്. ഇതിൻ്റെ മുകളിലായി ഞാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ബദാം ചെറുതായിട്ടൊന്ന് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.